അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ പ്രചാരകമായിരുന്നു. പ്രഖ്യാപിക്കുന്ന ദിവസം എറണാകുളത്ത് കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം, അന്ന് യാത്രാവിജി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അന്ന് തന്നെ ഒളിവിൽ പോയി. ആലത്തൂർ താലൂക്ക് പ്രചാരകമായിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ. ആലത്തൂർ ഞാൻ വന്ന ഉടനെ അണ്ടർഗ്രൗണ്ടിൽ പോകാൻ എല്ലാ സാധനവും അവിടെ നിന്ന് മാറ്റി. പിറ്റേ ദിവസം തന്നെ 2 ദിവസം കഴിഞ്ഞ് സംഘത്തെ ബാൻ ചെയ്തു. അന്ന് തന്നെ ആ കാര്യാലയം സീൽ ചെയ്തിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒളിവിൽ പ്രവർത്തിച്ചു. നവംബർ മാസത്തിൽ നടക്കുന്ന സത്യാഗ്രഹത്തിൽ ആലത്തൂർ ഒരു ബാച്ചിനെ ഞാനാണ് നയിച്ചത്. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് പാലക്കാട് കോട്ടയിൽ 1 മാസം ശിക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് വെളിയിൽ വന്ന എന്നെ വിദ്യാർത്ഥി രംഗത്ത് അടിയന്തരാവസ്ഥയിൽ തന്നെ പ്രവർത്തിക്കാൻ തൃശ്ശൂർ കേന്ദ്രമായിട്ട്, തൃശ്ശൂർ, എറണാകുളം, പാലക്കാടിൻ്റെ കേന്ദ്രമായിട്ട് നിയോഗിക്കുകയും അവിടെ ഒളിവിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ അന്ന് ജയിലിൽ കിടന്ന, വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടന്നവരെല്ലാം അവർ പരോളിൽ വരുന്നവരെ പോയി കാണാനും പരോളിൽ കൊണ്ടുവരാനും, അതുപോലെ ഹോസ്പിറ്റലിൽ അന്ന് ദേവകി അമ്മ, മഹാദേവിജി, ചില ആളുകളൊക്കെ ഹോസ്പിറ്റലിലിടയ്ക്ക് വരുമ്പോൾ അവർക്ക് ചില സന്ദേശങ്ങൾ കൈമാറാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടും ഉണ്ടായിരുന്നു. ബാർ സോപ്പിൻ്റെ അകത്ത് മുറിച്ചിട്ട് ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ ദേവകി അമ്മയൊക്കെ ഞാൻ അവരുടെ ഒരു പേരക്കുട്ടിയെ പോലെ പോയിട്ട് കണ്ട് അന്ന് അവരോട് സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പരമേശ്വർജിയെ കണ്ടിട്ടുണ്ട് ആശുപത്രിയിൽ വന്ന സമയത്ത്. അദ്ദേഹത്തിനും സന്ദേശം കൈമാറാൻ സാധിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ മൂർധന്യത്തിൽ രാത്രി ഒരു ദിവസം ഞാനും ധർമ്മരാജനും കൂടി തേക്കുംകാട് മൈതാനിയിൽ ഇരുന്നു. രാത്രി ശാഖ, ഞങ്ങൾ ഒളിവിൽ ശാഖ നടത്താറുണ്ട്. അന്ന് ധർമ്മനും ഉണ്ട്, ഞാനും ഉണ്ട്, വേറെ 2 പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ പാലിയം റോഡിൽ ഒരു വീട്ടിൽ വിദ്യാർത്ഥി, കൃഷ്ണദാസ് എന്നുള്ള പേരിൽ ഒരു വിദ്യാർത്ഥിയായിട്ട്, കോഴിക്കോട് ദത്താത്രേയ റാവുജിയുടെ മകൻ നാംദേവ് അന്ന് വിദ്യാർത്ഥിയായിരുന്നു, അയാളുടെ കൂടെ താമസിക്കുകയാണ്. അത് പിന്നീട് കാര്യാലയമാക്കി അതിൻ്റെ അടുത്തുള്ള സ്ഥലം. പക്ഷേ ആ സ്ഥലത്ത് അന്ന് വന്നില്ല പോലീസുകാർ. പക്ഷേ ധർമ്മരാജനെ അറസ്റ്റ് ചെയ്തു. നല്ല ക്രൂരമായ മർദ്ദനം. അവസാനം ധർമ്മനെ കൂട്ടി പിറ്റേ ദിവസം അവർ എൻ്റെ മുറിയിൽ വന്നു. പക്ഷേ എന്നെ കിട്ടിയില്ല. ഞാൻ ധർമ്മനെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചു ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അന്നേ ദിവസം അപ്പൂട്ടൻ നായർ എന്ന് പറഞ്ഞ അയാൾ ജയിലിലായിരുന്നു, മിസൈൽ. അയാളുടെ വീട്ടിൽ അന്ന് ഉച്ചയ്ക്ക് പോലീസ് ചെന്നിട്ടുണ്ട്, ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് അതിൻ്റെ അടുത്തൊരു വീട്ടിൽ താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് പലരെയും അവിടെ ഭരത് കുമാറിനെ പിടിച്ചു, ഈ ധർമ്മനെ കൂട്ടിപ്പോയിട്ട്. പലരും ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ പേരിൽ അന്വേഷിച്ച്, കിഴക്കുംപാട്ടുകാരെ, എൻ്റെ പേര് സോമൻ എന്നായതുകൊണ്ട് സോമൻ എന്നുള്ള ആളുകളെ അവർ അന്വേഷിക്കുന്നുണ്ട്. കിഴക്കുംപാട്ടുകാരെ അവർ സോമൻ്റെ വീട്ടിൽ പോയിരുന്നു. നിരന്തരം പീഡനം വന്നപ്പോൾ അടിയന്തരാവസ്ഥയിലെ ആ സമയത്ത് എന്നെ ഇവിടെ ചെക്കപ്പേട്ടൻ, ഇപ്പോൾ നമ്മുടെ അന്ന് വിഭാഗ പ്രചാരകമായിരുന്നു, ചെക്കപ്പേട്ടൻ ഒരു ഗോഡൗൺ ഉണ്ട് മൂത്താന്തറയിൽ. അവിടെ ഒരു മാസം പിന്നീട് ഇലക്ഷൻ സമയത്ത് വരെ താമസിപ്പിക്കുകയും അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് എന്നെ വ്യാപകമായിട്ട് വിട്ടത്. പക്ഷേ അവസാനം ഇലക്ഷൻ സമയത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചു. ഇതിൽ വ്യക്തിപരമായിട്ട് ഒരു രസകരമായ അനുഭവം ഉണ്ടായത്, ആർ ഹരിയേട്ടനും ഞാനും ചെക്കപ്പേട്ടനും കൂടി മഹാദേവ്ജി, തൃശ്ശൂർ അന്ന് ജയിലിലായിരുന്ന മഹാദേവ്ജിയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അന്ന് ദിവസം പോലീസ് അവിടെ വന്നിട്ടുണ്ട്. രാത്രി ഇനിയും പോലീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, ആഹാരമാണെങ്കിൽ അവരുടെ കഴിയുകയും ചെയ്തു. പക്ഷേ ആ അമ്മ, മഹാദേവിയുടെ ഭാര്യ, ഈ പൊക്കാവടയുടെ മാവ്, ആ മാവ് കൊണ്ട് ദോശ ചുട്ടു തന്ന് ആ ദോശ കഴിച്ചിട്ട് ഹരിയേട്ടൻ വേറെ സ്ഥലത്ത് പോയി ഒളിക്ക താവളത്തിൽ, ഞാൻ അവിടെ ഒരു ടൈലർ ശശി എന്ന് പറയുന്ന ആളുടെ ചെറ്റക്കുടിലാണെന്ന് അയാൾ അവിടെ വരാന്തയിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം തന്നെ എന്നെ അവിടെ നിന്ന് പാഴ്സലാക്കി അയച്ചു. കാരണം അല്ലെങ്കിൽ കൊടിയ മർദ്ദനത്തിന് ഞാനും വിധേയനാകും. പക്ഷേ എനിക്ക് മർദ്ദനമൊന്നും അടിയന്തരാവസ്ഥയിൽ കിട്ടിയില്ല എന്നുള്ളത് വലിയൊരു അനുഭവമായിരുന്നു. പക്ഷേ നിരന്തരം സൈക്കിൾ ഉണ്ടായിരുന്നു എനിക്ക്. സൈക്കിൾ ചവിട്ടിക്കൊണ്ട് ഞാൻ പല ഭാഗത്തും കുരുക്ഷേത്രവും എല്ലാം കൊടുക്കാനും എല്ലാവരെയും കാണാനും ധാരാളം പരമാവധി പ്രമുഖ വ്യക്തികളെ കണ്ട് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് സഹായങ്ങൾ വാങ്ങുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബങ്ങളിലേക്കുള്ള സഹായം എത്തിക്കുന്നതൊക്കെ മിക്കവാറും ഞാനായിരുന്നു തൃശ്ശൂർ ഭാഗത്ത് ചെയ്തിരുന്നത്. പിന്നെ പാലക്കാട്, എറണാകുളം ഇങ്ങനെ ലഘുലേഖകൾ ഇടയ്ക്ക് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോകും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് CP ജനേട്ടൻ അന്ന് ജില്ലാ പ്രചാരക തൃശ്ശൂർ. ആ CP ജനേട്ടൻ ഈ ധർമ്മനെ അറസ്റ്റ് ചെയ്ത സമയത്ത് CP ജനേട്ടൻ വീട്ടിലേക്ക് പോയിരിക്കുക. അയാളുടെ വീട്ടിൽ പോലീസ് ചെല്ലുന്നറിയാം. ഉടനെ ഞാൻ രാത്രി തന്നെ അവിടേക്ക് പുറപ്പെടുകയും CP ജനേട്ടൻ്റെ വീട്ടിൽ ചോദിച്ച്, എനിക്ക് വീടൊന്നും അറിയില്ല, പക്ഷേ
അവിടെ നിന്ന് ഞാൻ ചോദിച്ച് വീട്ടിൽ ചെന്ന് സി പി ജനേട്ടനോട് വിവരം പറഞ്ഞ ഉടനെ തന്നെ സി പി ജനേട്ടൻ അവിടെ നിന്ന് മുങ്ങി. ഞാനും സി പി ജനേട്ടൻ അവിടെ നിന്ന് പോകുന്ന ഉടനെ തന്നെ പോലീസുകാർ വന്നു. അല്ലെങ്കിൽ അന്ന് സി പി ജനേട്ടനെ കിട്ടിയാൽ അവർ വകവരുത്തുമായിരുന്നു. അത്തരത്തിൽ സി പി ജനേട്ടൻ അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. പക്ഷേ സി പി ജനേട്ടനെ രക്ഷിക്കാനും സാധിച്ചു. പിന്നെ നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം വലിയൊരു അനുഭവമാണ്. ഇതായിരുന്നു എൻ്റെ അടിയന്തരാവസ്ഥ ജീവിതം. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസുകാർ, ഞാൻ സമരം ചെയ്ത് അറസ്റ്റ് ചെയ്തപ്പോൾ അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു വർമാജിയായിരുന്നു. അദ്ദേഹം നമ്മളുടെ കാര്യാലയത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്നുകൊണ്ട് എന്നോട് സഹതാപം ഉണ്ടായിരുന്നു. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടുമോ ഇനി എന്ന് ചോദിച്ചപ്പോൾ ജോലിയല്ല പ്രധാനം, രാഷ്ട്രത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞു. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഈ വർമാജി അന്ന് DYSP ഒന്ന് തൊട്ടയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ജോലി കിട്ടി. അന്ന് വർമാജി പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞു, ഞാൻ അന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. ഈ വിവരവും അദ്ദേഹത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു.